അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്കറിയാം അല്ലാഹു തആല വഹി എത്തിച്ചു കൊടുത്തതല്ലാതെ, അള്ളാഹു കൽപ്പിച്ചതല്ലാത്ത ഒന്നും മൊഴിയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിക്ക് അറിയിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ആ ഒരു സ്വഹാബി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു മാർഗമായിട്ട് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്വഹാബി വരികയും ആ സ്വഹാബിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാടുണ്ട് നബിയെ, അതിനൊരു പരിഹാരമായിട്ട് ഞാൻ ദുആ ഇരക്കാൻ വേണ്ടി നബിയോട് പറയാൻ വേണ്ടി വന്നതാണ്. അല്ലാഹു തആലയോട് ദുആ ഇരുന്ന് എൻ്റെ ഈ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നും എനിക്കൊരു മോചനം നേടാൻ മുത്തുനബിയെ അങ്ങ് അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കണമെന്ന്, ദുആ ഇരക്കണമെന്ന് പറഞ്ഞ് വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദ്യം നീ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് നിനക്ക് ക്ഷമിക്കലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ദുആ ഇരക്കാനും ഞാൻ തയ്യാറാണ്. നിനക്ക് ദുആ ഇരക്കാൻ ഏറ്റവും നല്ലൊരു രീതി ഞാൻ പറഞ്ഞു തരാം. ഇത് അല്ലാഹു തആല സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥന. ഇങ്ങനെ നീ ദുആ ചെയ്താൽ അല്ലാഹു തആല അത് ഉറപ്പായിട്ടും സ്വീകരിക്കും എന്ന് ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് എങ്ങനെയാണ്? നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും, മക്കൾ കാരണം കഷ്ടത അനുഭവിക്കുന്നവർ, അതുപോലെ വീടുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അല്ലാഹു തആല എത്തിച്ചു തരാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ, അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഒരു നല്ലൊരു വഴിയാണ് ഇത്. എങ്ങനെയാണെന്ന് അറിയിച്ചു തരാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്? ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം നീ 2 റക്അത്ത് നിസ്കരിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ, നിനക്ക് വുളു ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വുളു ഉള്ള സമയത്താണെങ്കിൽ കൂടി ഈ ഒരു നമ്മുടെ ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ വെച്ച് അതിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി ഒരു വുളു കൂടി എടുക്കുക. ആ വുളുവിനെ പുതുക്കിയതിന് ശേഷം നല്ല ഏറ്റവും പരിപൂർണമായ വുളു ആയിരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ വുളു എല്ലാ സുന്നത്തുകളും എല്ലാം അടങ്ങിയ പരിപൂർണമായ ഒരു വുളു എടുത്ത് ആ ചിന്ത മാത്രം, എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട്, അത് മാത്രം മനസ്സിൽ വിചാരിച്ച് അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആ ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായിലേക്ക് എത്തുകയും, അള്ളാഹുവെ ഖളാഉൽ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിനക്ക് വേണ്ടി, അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിനുശേഷം അതേ സ്ഥലത്തിരുന്ന്, ആ നിസ്കാരപ്പായിലിരുന്ന് അള്ളാഹു തആലയോട് ആ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, പ്രയാസം, അതിനെ ഒരുപാട് തവണ ഇഖ്ലാസോട് കൂടി അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് നമ്മുടെ അള്ളാഹു തആലയോട് അത് പറയുക. എന്നിട്ട് അതിനുശേഷം അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്താൽ അള്ളാഹു തആല നിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിനെ എന്തെങ്കിലും ഒരു വഴി, ഹലാലായ മാർഗം, കടങ്ങൾ വീടാനാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹലാലായ മാർഗം നമുക്ക് അറിയിച്ചു തരും, എത്തിച്ചു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല അതിന് വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അതിൽ നിന്നും അള്ളാഹു തആല ഇജാബത്ത് നൽകുവാനും, നമ്മുടെ ദുആഇന് ഇജാബത്ത് നൽകാനും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.